സെക്കൻഡ് യൂണിറ്റായ ഫെസ്റ്റീവ് ഫണ്ടിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ബാക്കി ആക്ടിവിറ്റീസും കൂടി നോക്കാം. നെക്സ്റ്റ് ഒരു പോയമാണ് വാട്ടർ. Turn on the tap and the water flows. Does anyone know where the water goes? Turn on the tap and the water comes. Does anyone know where the water is from? Water is clean and water is cool, living in rivers and draining in pools. Yet water can trickle and wells can dry up till there is nothing left to fill the cup. Meaning എന്താ നമുക്കൊന്ന് പറയാം. ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നു. ഡസ് എനിവൺ നോ വെർ ദ വാട്ടർ ഗോസ്? ആർക്കെങ്കിലും അറിയോ വെള്ളം എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ദെൻ ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ കംസ്. ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നു. ഡസ് എനിവൺ നോ വെർ ദ വാട്ടേഴ്സ് ഫ്രം? ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു എന്ന് ആർക്കെങ്കിലും അറിയോ? വാട്ടർ ഈസ് ക്ലീൻ ആൻഡ് വാട്ടർ ഈസ് കൂൾ. വെള്ളം നല്ല വൃത്തിയുള്ളതാണ്, അതുപോലെ തന്നെ വെള്ളം എന്താണ്, തണുപ്പുണ്ട്. ലിവിങ് ഇൻ റിവേഴ്സ് ആൻഡ് ഡ്രെയിനിങ് ഇൻ പൂൾസ്. അതായത് വെള്ളം നമുക്ക് റിവേഴ്സിൽ കാണാം, അതുപോലെ തന്നെ പൂളിൽ പെയ്യുന്നത് കാണാം. ദെൻ വാട്ടർ ക്യാൻ ട്രിക്കിൾ ആൻഡ് വെൽസ് ക്യാൻ ഡ്രൈ അപ്പ് ടിൽ ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ടു ഫിൽ ദ കപ്പ്. ഒരു കപ്പ് വെള്ളം എടുക്കാൻ അവശേഷിക്കാത്ത രീതിയിൽ വരണ്ടു പോവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വേർ ഡസ് ദ വാട്ടർ ഗോ? വെള്ളം എവിടേക്ക് പോകുന്നു എന്നാണ് കേട്ടോ. അതായത് നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്നു, അത് എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചില്ലേ പോയത്തിൽ. അപ്പോൾ എവിടേക്കാണ് പോവുക? നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെൻ വി ടേൺ ഓൺ ദ ടാപ്പ് വാട്ടർ ഫ്ലോസ് ഇൻ ടു ദ സോയിൽ. നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം എങ്ങോട്ടാണ് പോവുക? സോയിലോട്ട് പോകണു അല്ലേ. ദെൻ വാട്ടർ സീപ്പ് ഡൗൺ ഇൻ ടു ദ സോയിൽ. അതിനുശേഷം വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നു. ദെൻ ഇറ്റ് ഫ്ലോസ് ഇൻ ടു വെൽസ്, ബോർവെൽസ്, പോൺസ് എക്സെട്ര. അതിനുശേഷം അത് വെല്ലിലോട്ടും അതുപോലെ തന്നെ ബോർവെല്ലിലേക്കും കുളങ്ങളിലേക്കൊക്കെ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വേർ ഈസ് ദ വാട്ടർ ഫ്രം? എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്നാണ്. നമ്മൾ ടാപ്പ് തുറന്നാൽ നമുക്ക് വെള്ളം കിട്ടുന്നില്ലേ, അത് എവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ കംസ് ഫ്രം വെൽസ്, ബോർവെൽസ്, പോൺസ്, പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം. അതായത് വെള്ളം എവിടെ നിന്നാണ് വരിക? ഒന്നുമില്ലെങ്കിൽ വെള്ളിൽ നിന്നാവാം, കിണറിൽ നിന്നാവാം, അല്ലെങ്കിൽ ബോർവെല്ലുകളിൽ നിന്നാവാം, പോണ്ടിൽ നിന്നാവാം, കുളത്തിൽ നിന്നാവാം. അതുപോലെ തന്നെ പബ്ലിക് വാട്ടർ സപ്ലൈ അതോറിറ്റീസ് സപ്ലൈ ചെയ്യുന്ന വഴി നമുക്ക് വെള്ളം കിട്ടാം. വാട്ട് ഷാൾ വി ഡു വെൻ ദ വാട്ടർ ഈസ് ഗോൺ? വെള്ളം തീർന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. വി ഓൾ നീഡ് വാട്ടർ ടു ലിവ്. നമുക്കെല്ലാവർക്കും വെള്ളം വേണ്ടി ജീവിക്കാനായിട്ട്. ഇഫ് ഓൾ ദ വാട്ടർ ഈസ് ഗോൺ വി വിൽ ഡൈ. അപ്പോൾ വെള്ളം ഇല്ലാതായാലും നമ്മൾ എന്തുണ്ടാവുക? നമ്മൾ മരിക്കും. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് പ്രിഷ്യസ് ആണല്ലേ. വി ഷുഡ് സ്റ്റോർ ഇറ്റ് ഫോർ അവർ നീഡ്സ്. നമ്മൾ എന്ത് ചെയ്യണം? അത് സ്റ്റോർ ചെയ്യണം. നമ്മുടെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മളത് സ്റ്റോർ ചെയ്യണം. ഷുഡ് നോട്ട് വേസ്റ്റ് ഓർ പൊല്യൂട്ട് വാട്ടർ. വെള്ളത്തിന് വേസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ മലിനമാക്കാനോ പാടില്ല. ആക്ടിവിറ്റി 9. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസസ്. അതായത് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. പക്ഷേ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹാനികരമാണ്. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട്ബുക്ക് എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരായിട്ട് ഒരു പോസ്റ്റർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് സേ നോ ടു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ക്രീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കാം കേട്ടോ. നെക്സ്റ്റ് കണ്ടോ ആക്ടിവിറ്റി 10. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. ഒരു പേപ്പർ ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു പേപ്പർ ഫിഷ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആക്ടിവിറ്റി 11. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അതായത് ചോട്ടിലെ പോയം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആ പോയം കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനൊരു തലക്കെട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ വാട്ടറിനെ കുറിച്ചിട്ടുള്ള പോയമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? വാട്ടർ എന്ന് തന്നെ കൊടുക്കാം പോയത്തിൻ്റെ പേര്. അല്ലെങ്കിൽ വാട്ടർ ഈസ് പ്രിഷ്യസ് എന്നോ വാട്ടർ ഈസ് ഗിഫ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ടിയേഴ്സ് ആസ് ആൻ ത്രിൽ. ഇവിടെ ഉണ്ട് വെള്ളം, അത് നല്ല പുതുമയുള്ള വെള്ളമാണ്. അതായത് മലകളിൽ നിന്ന് ഒഴുകുന്നു, അതുപോലെ തന്നെ നമുക്ക് ഉന്മേഷവും ആവേശവും തരുന്നു. ഇതിനടുത്ത് തന്നെ വാട്ടർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് സോ നൈസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ടിയേഴ്സ് ആസ് ആൻ ത്രിൽസ്. നല്ല തെളിഞ്ഞതാണ് വെള്ളം, അത് നല്ല ഭംഗിയുള്ളതാണ്. അത് മലകളിൽ നിന്ന് ഒഴുകുന്നു, ഉന്മേഷവും ആവേശവും തരുന്നു. അടുത്ത് നമ്മൾക്ക് ആഡ് ചെയ്യണം കേട്ടോ. ലൈൻസ് ആഡ് ചെയ്യണം. 2 ലൈൻസ് ആഡ് ചെയ്യാണ്ട് ബാക്കി ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ടിയേഴ്സ് ആസ് ആൻഡ് ത്രിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? വാട്ടർ ഈസ് പ്യുവർ, ഇറ്റ് ഈസ് സോ കൂൾ,
എന്ന് എഴുതാം. സോ വാട്ടർ ഈസ് പ്യുവർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ശുദ്ധമായതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സോ കൂൾ, നല്ല തണുപ്പുള്ളതാണ്. ദെൻ ഫ്ലോസ് ഡൗൺ ഫ്രോം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. പിന്നെ 2 ലൈൻസും കൂടി ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് എന്ത് പറയാം? വാട്ടർ ഈസ് ലൈഫ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ജീവിതമാണ്, അതൊരു ഗിഫ്റ്റാണ്. ഫ്ലോസ് ഡൗൺ ഫ്രോം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. നമുക്ക് എഴുതാം വാട്ടർ ഈസ് ബ്രൈറ്റ്, ഇറ്റ് സ്പാർക്കിൾസ് വിത്ത് ലൈറ്റ്. അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നതാണ്, അത് സ്പാർക്കിൾ ചെയ്യുന്നു, ലൈറ്റിൽ അത് തിളങ്ങുന്നു. പിന്നെ ഫ്ലോസ് ഡൗൺ ഫ്രോം ഹിൽസ് ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. ആക്ടിവിറ്റി 12 റൈറ്റ് മോർ എക്സ്പ്രഷൻസ് സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ. ചോട്ടിൽ തന്നിരിക്കുന്ന പോലത്തെ എക്സ്പ്രഷൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്, സമാനമായ പദപ്രയോഗങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താ നോക്കൂ, സോ യമ്മി, സോ ഡിലീഷ്യസ് എന്ന് പറയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ സോ ബ്യൂട്ടിഫുൾ, സോ എലിഗൻറ്റ്. നമ്മൾക്ക് ഇനി എന്ത് എഴുതാം? സോ എമേസിങ്, സോ വണ്ടർഫുൾ, സോ നൈസ്, സോ സ്വീറ്റ് എന്നൊക്കെ എഴുതാം.